വോട്ടുകൊള്ളയിൽ ശില പോലും തോൽക്കുന്ന മൗനമാണ് സുരേഷ് ഗോപിയുടേതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഈ മൗനത്തിന്റെ അർത്ഥം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് വോട്ടിംഗ് അട്ടിമറി നടന്നത് എന്നാണ്. തൃശൂരിൽ ചെന്നായ ആട്ടിൻതോലിട്ടാണ് വന്നത്. ആടാണെന്ന് കരുതി ചിലർ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു നൽകി. കേക്ക് ഏറ്റുവാങ്ങിയവരും കിരീടം കണ്ട് കണ്ണു മഞ്ഞളിച്ചവരും വിചാരധാര വായിക്കണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഇത്രയും ഗൗരവമേറിയ വെല്ലുവിളികൾ പൊന്തി വന്ന വേളയിൽ എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ MP ഇത്രയും വലിയ മൗനം പാലിച്ചത്? മൗനത്തെക്കാളും വലിയ മൗനം, ശില പോലും തോൽക്കുന്ന മൗനം. ആ മൗനം തൃശ്ശൂർ MPക്ക് ഒരു ശീലമല്ല. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഇത്തരം വിഷയങ്ങളെപ്പറ്റി പാലിച്ച കനത്ത മൗനത്തിൻ്റെ അർത്ഥമെന്താണ്? അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ് ആ പാർട്ടി ഈ അട്ടിമറിയെല്ലാം ഇവിടെ ചെയ്തതെന്നാണ്. വോട്ടിംഗ് അട്ടിമറിക്കൽ സ്വതവേ ശീലമാക്കിയ BJP, ജനാധിപത്യം വേണ്ട എന്ന് വാദിക്കുന്ന RSS, അതിനുവേണ്ടി ഭരണഘടനയെ തന്നെ പൊളിച്ചെഴുതാനുള്ള ശ്രമത്തിൽ മുന്നിട്ടിറങ്ങിയ ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അതിൻ്റെ ഏറ്റവും നല്ല ഒരു പോരാളിയായി സുരേഷ് ഗോപിയെ രംഗത്തിറക്കിവിടെ. തൃശ്ശൂരിൽ ചെന്നായ വന്നു ആട്ടിൻതൊലിട്ടുകൊണ്ട്. ആ ചെന്നായെ ആടാണെന്ന് ഓർത്തുകൊണ്ട് കുറേ ആളുകൾ താണു വണങ്ങി അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു. അതിൻ്റെ ഭാഗമായി അവർ ഒരു കാര്യം മറന്നുപോയി. ഈ വേഷം മാറുന്ന ചെന്നായാകുന്നത് ഒരു പുസ്തകം മുഖേനയാണ്. ആ പുസ്തകത്തിൻ്റെ പേര് വിചാരധാര എന്നാണ്. ആ പുസ്തകം രാജ്യത്തിലെ ആഭ്യന്തര ശത്രുക്കളെ പറ്റി പറയുന്നുണ്ട്. ആ പുസ്തകം ഈ കേക്ക് ഏറ്റുവാങ്ങിയവർ, സ്വന്തം കിരീടം കണ്ട് കണ്ണു മഞ്ഞളിച്ചവർ, BJPക്കുണ്ടായ മനസാന്തരം കണ്ട് കണ്ണു നിറഞ്ഞവർ, അവർക്ക് വേണ്ടി വോട്ടുകൊടുക്കാനായി രഹസ്യമായി പരസ്യമായി ആഹ്വാനം മുഴക്കിയവർ, അവരെല്ലാം വായിക്കണം ആ പുസ്തകം.